വെൽക്കം ബാക്ക് ടു ജേസ് ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ്. ഫുഡ് എന്ന് വെച്ചാൽ സാധാരണ ഒരു ഫുഡല്ല, നമ്മൾ പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയ ഒരു ഫുഡിൻ്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം പ്രോട്ടീൻ വേണം. നമുക്ക് ഒരു ഫുഡ് കഴിക്കുമ്പോഴേ ഇപ്പം ഫിറ്റ്നസ് നോക്കുന്നവരായാലും നമ്മളല്ലാതെ നോക്കുകയാണെങ്കിലും നമുക്ക് എന്തുവാ ബോഡിക്കകത്ത് പ്രോട്ടീൻ കണ്ടന്റ് വേണം. പ്രോട്ടീൻ വേണം, കലോറി വേണം, അങ്ങനെ അടങ്ങിയ ഒരുപാട് ഫുഡുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ ചെറിയൊരു പ്രിപ്പറേഷൻ ഒന്ന് ചെയ്ത് കാണിക്കും. ചെറുതെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്നൊരു വീഡിയോ ചെയ്യുകയാണ്. പെട്ടെന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ച്, ഓട്സ്, അങ്ങനെ കുറച്ച് സാധനമില്ല, ഓട്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റേ റോബസ്റ്റ പഴം, അങ്ങനെ കുറച്ച് ഐറ്റംസ് മേടിച്ച്. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് മേടിച്ചത്. അതിന് മുമ്പ് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയുകയാണ്, നമുക്കോരോ ഐറ്റംസ് ഇല്ലേ, ഇപ്പം ഓട്സിനായാലും ബനാനയ്ക്കായാലും റോബസ്റ്റയ്ക്കായാലും അത് പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അത് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് പ്രിപ്പറേഷൻ തുടങ്ങാം. ഓക്കെ, ഞാൻ ആദ്യമായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് നമുക്ക് ആദ്യമായിട്ട് ഓട്സ് ഇടാം. കുറച്ച് ഓട്സ് ഇടാം. കുറച്ചെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നമുക്കൊരു 100 ഗ്രാമാണ് വേണ്ടത്. 100 ഗ്രാം ഓട്സ്. 100 ഗ്രാമിൻ്റെ പുറത്തായിരിക്കും. നല്ലൊരു കണക്ക് വെച്ച് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത്. നല്ലൊരു കണക്ക് വെച്ചിട്ട് ഞാൻ 100 ഗ്രാമെന്ന് ഇത്രയും കണക്ക് കൂട്ടാം. ചിലപ്പോൾ അതിൽ പുറത്ത് കാണും, എന്നാലും ഓക്കെ. അപ്പം ഞാനൊരു 100 ഗ്രാം ഓട്സ് വെച്ചിട്ടുണ്ട്. കണ്ടോ, 100 ഗ്രാം ഓട്സ്. അപ്പോൾ 100 ഗ്രാം ഓട്സിൻ്റെ പ്രോട്ടീൻ എത്ര? 100 ഗ്രാം ഓട്സിൻ്റെ പ്രോട്ടീൻ 17.2 ഗ്രാം വരും. ഒരു സ്റ്റാർട്ട് എങ്ങനെ ആയാലും ഒരു 17 ഗ്രാമിന് അബോവ് വരും. ഓൺലി 17 ഗ്രാം. 100 ഗ്രാം ഓട്സിനകത്ത് പ്രോട്ടീൻ ഉള്ള 17 ഗ്രാമാണ്. ഓക്കെ, അടുത്ത വാട്ടർ. അതിന് ആവശ്യമുള്ള വാട്ടർ നമുക്ക് ഒഴിക്കാം. ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് ഒഴിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വാട്ടർ അങ്ങ് ഒഴിച്ചതിനകത്ത്. ഒരു ഗ്ലാസ്സല്ല, ഞാൻ ഒരു അര ഗ്ലാസ്സിൽ ഒഴിച്ചേക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കിട്ടും. അപ്പോൾ ഞാനൊരു അര ഗ്ലാസ് ഇതുകൊണ്ട് ഒഴിച്ച്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഞാൻ ഒരു വീഡിയോ ഇന്നലെ ചെയ്ത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര മിനറൽ വാട്ടറിനകത്ത് കാൽസ്യം എത്രയായിരുന്നു? 79.2 മില്ലിഗ്രാം ഉണ്ട് നമുക്ക് മിനറൽ വാട്ടറിനകത്ത് കാൽസ്യം. ഓക്കെ, അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് റോബസ്റ്റ പഴം. നമുക്ക് റോബസ്റ്റ പഴം എടുക്കുക, അതിനകത്ത് മുറിച്ചിടുക, ഈ പാത്രത്തിലോട്ട് മുറിച്ചിടുക. ഓക്കെ, സോറി റോബസ്റ്റ പഴം എടുത്ത് മുറിച്ചിട്ടുണ്ട്. ഒരു ഫുൾ റോബസ്റ്റ പഴമുണ്ട്, അത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പം റോബസ്റ്റ പഴം ഫുൾ എടുത്തിട്ടുണ്ട്. ഫുൾ എടുത്ത് ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ രാത്രിയിലാണ് ഇത് പെട്ടെന്ന് മേടിച്ചതാണ്. രാത്രി 10 മണിയായി. ഇപ്പോൾ 9:30 10 മണിയാവാറായി. ഞാൻ ഇത് പെട്ടെന്ന് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം അതിന് സാധനം കിട്ടിയൊന്നുമില്ല. ഒരു കടയിൽ പോയി പെട്ടെന്ന് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഓട്സും പിന്നെ അതുപോലെ തന്നെ റോബസ്റ്റേ കിട്ടിയുള്ളൂ. പിന്നെ ഹണിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇത്രയും സംഭവം പെട്ടെന്നൊരു സെറ്റിംഗ് ആയിരുന്നു ഇത്. നമ്മളൊന്ന് ഇളക്കുക, ഇത്ര സാധനമായിട്ടൊന്ന് ഇളക്കുക. നമുക്ക് ടേസ്റ്റ് വരണമെങ്കിൽ ഒന്ന് മിൽക്ക് പൗഡർ ഇതിനകത്ത് ഇടണം. ഈ ഫുഡ് ഐറ്റംസിനകത്ത് ടേസ്റ്റ് വരണമെങ്കിൽ മിൽക്ക് പൗഡർ വേണം. അതുപോലെ തന്നെ ഹണിയൊക്കെ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇപ്പം നല്ല ഇതാണ്, ബോഡിക്ക് ഇത് നല്ലതാണ്. പക്ഷെ നമുക്ക് കഴിക്കുമ്പോൾ കുറച്ചൊരു ടേസ്റ്റിന് വേണമെങ്കിൽ കുറച്ച് ഹണിയും ചേർക്കുക. അതുപോലെ തന്നെ നമുക്ക് മിൽക്ക് പൗഡർ 2 സ്പൂണും ഹണിയുടെ ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴിഞ്ഞ് നമ്മുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും
ചെയ്യുക. നമ്മൾ ചെയ്തിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഈ പാത്രം വെച്ചങ്ങ് അടച്ചു വെക്കുക. ഇളക്കിയിട്ട് നമ്മൾ ഈ പാത്രം വെച്ചങ്ങ് അടച്ചു വെക്കുക. അപ്പോൾ നാളത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റമാണത്. രാവിലെ ഇത് അടച്ചു വെക്കുമ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേനും ശരിയാകും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് എന്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 ഗ്രാം ഓട്സ്, അതായത് 17 ഗ്രാം പ്രോട്ടീനുണ്ട്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ റോബസ്റ്റ പഴം ഇട്ടിട്ടുണ്ടായിരുന്നു. എത്ര? 1.3 ഗ്രാം പ്രോട്ടീൻ. അപ്പോൾ ടോട്ടൽ 18.3 ഗ്രാം പ്രോട്ടീൻ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ബോഡിലോട്ട് എത്തുന്നുണ്ട്. പിന്നെ നമ്മൾ വാട്ടറിനകത്ത് നമുക്ക് പ്രോട്ടീൻ ഇല്ല, കാൽസ്യം ഉള്ളു. 79.2 മില്ലിഗ്രാം കാൽസ്യം വാട്ടറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഇത്രയോടെ കഴിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 18.3 ഗ്രാം പ്രോട്ടീൻ നമ്മുടെ ബോഡിക്കകത്ത് കയറുന്നുണ്ട്. ഇപ്പോൾ ഓട്സ് ഇച്ചിരി കൂടുതലുണ്ട് ഇതിനകത്ത്. അപ്പോൾ എങ്ങനെ പോയാലും 19-നകത്ത് നമുക്ക് പ്രോട്ടീൻ കണ്ടെത്താം ഇതിനകത്തുനിന്ന്. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എഗ് വൈറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ബോഡിക്കകത്ത് എങ്ങനെ ആയാലും നമുക്കൊരു നാച്ചുറൽ ഫുഡിൽ നിന്ന് നമുക്ക് 70 ഗ്രാം പ്രോട്ടീൻ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ നാളെ കാണാം ഞാൻ. അപ്പോൾ ഞാൻ അത് അടച്ചു വെച്ചിട്ടുണ്ട്. നാളെ ഞാൻ ഇതിൻ്റെ ബാക്കിയായിട്ട് നാളെ വരുന്നതായിരിക്കും ബാക്കി വീഡിയോ. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ പ്രിപ്പയർ ചെയ്ത പ്രോട്ടീൻ ഫുഡ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്നലെ നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ ഓട്സും വാട്ടറും റോബസ്റ്റോടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചത്. റോബസ്റ്റ പഴം മിക്സ് ചെയ്താണ് വെച്ചത്. നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ടേസ്റ്റ് എന്ന് വെച്ചാൽ വലുതായ ടേസ്റ്റൊന്നും ഇല്ല. നമുക്ക് ഓട്സിൻ്റെ ടേസ്റ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് റോബസ്റ്റ മിക്സ് ചെയ്യുമ്പോൾ ടേസ്റ്റ് കിട്ടത്തില്ല. ഓട്സ് നമ്മളിപ്പോൾ ഹീറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ്, അത് വേറെ ടേസ്റ്റാണ്. അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിൽ അത്യാവശ്യം ഇതിനകത്ത് ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് പ്യുവറായിട്ടൊരു ടേസ്റ്റ് ഇല്ല. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. മെയിൻ കാരണം എന്ന് വെച്ചാൽ അധികം അതിനകത്ത് ഹണി ഒന്നും ചേർക്കാത്തതുകൊണ്ട് ടേസ്റ്റ് കിട്ടത്തില്ല. പക്ഷേ അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് എല്ലാം നോക്കി അതിനകത്ത് പ്രോട്ടീനാണ് നോക്കുന്നത്. എന്തായാലും നമ്മൾ പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫുഡ് ഐറ്റംസ് ആണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങളുടെ ഞാൻ തുറന്ന പറയാട്ടെ, അധികം ടേസ്റ്റ് ഒന്നും ഇതിനകത്തില്ല. നമ്മൾ ഓട്സിൻ്റെയും മറ്റേ റോബസ്റ്റ പഴത്തിൻ്റെയും മിക്സ് ചെയ്ത് വരും എന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നു. വെച്ചാൽ ചെറിയൊരു പുളിർപ്പൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ ഒരു രീതി പറയുന്നേ ഉള്ളൂ. ഇപ്പോൾ ടേസ്റ്റ് വരാതിരിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഹണി ചേർത്തിട്ടില്ല. അത് നമ്മളിപ്പോൾ ഈ വെള്ളം എന്ന് വെച്ചാൽ പ്യുവർ മിനറൽ വാട്ടറാണ് അതിനകത്ത് ഒഴിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ മിൽക്ക് പൗഡറോ അല്ലെങ്കിൽ മിൽക്ക് ഒഴിക്കുക നല്ല ടേസ്റ്റും ആയിരിക്കും. കുറച്ചുകൂടെ നമുക്ക് അതിനകത്ത് പ്രോട്ടീനുണ്ട്. ഇപ്പം മിൽക്കിനകത്തും പ്രോട്ടീനുണ്ട്. അപ്പോൾ അതുകൂടെ ചേർക്കാൻ കുറച്ചുകൂടെ നമുക്ക് ഇതിനെക്കാട്ടി ബെറ്ററായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ അതുകൊണ്ട് ടേസ്റ്റും കൂടും. ഹണിയൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് ടേസ്റ്റും കൂടും. പിന്നെ രാത്രി നമ്മൾ പെട്ടെന്ന് മേടിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഹണി മേടിക്കാൻ പറ്റിയില്ല. പ്രോട്ടീൻ പൗഡറല്ല, മിൽക്ക് പൗഡർ മേടിക്കാൻ പറ്റിയില്ല. നമുക്ക് എന്തായാലും നമ്മൾ അത് ഒന്നുകൂടെ ട്രൈ ചെയ്യും. നമുക്ക് അതുകൂടെ ചേരുമ്പോഴുള്ള ടേസ്റ്റ് നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ട്രൈ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത്ര ആയിട്ട് നമ്മൾ കഴിക്കാൻ തന്നെ പോകണം. ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഞാൻ. ഓട്സിനകത്ത് 17 സംതിങ് പ്രോട്ടീനുണ്ട്. അത് റോബസ്റ്റയ്ക്ക് 1.3 ഗ്രാം പ്രോട്ടീനുണ്ട്. ടോട്ടൽ നമുക്ക് എങ്ങനെ ആയാലും ഒരു 18.2 ഗ്രാം, അതായത് 19 ഗ്രാമിനകത്ത് പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹെൽപ്ഫുൾ വീഡിയോ ആയിട്ട് വന്നതാണ്. പക്ഷേ നമുക്ക് ടേസ്റ്റിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ട്. എന്നാലും ഞാൻ പറയുന്നത് പ്രോട്ടീൻ ഫുഡ് തന്നെയാണ്. ഞാൻ എന്തായാലും കഴിക്കാൻ പോകുന്നത് പ്രോട്ടീൻ ഫുഡ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പം ഞാൻ പ്രത്യേകം പറയാം, ഇത്രയും ഞാൻ ഈ പറഞ്ഞ രീതി ഉണ്ടാക്കിയിട്ട് മിൽക്ക് പൗഡറും ഹണിയും ആഡ് ചെയ്താൽ ടേസ്റ്റ് വരുത്തുള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും നിങ്ങളോട് പറയുകയാണ്, ടേസ്റ്റ് ഇച്ചിരി വെച്ച് ബെറ്റർ ആവണമെങ്കിൽ മിൽക്ക് പൗഡർ ഹണിയില്ല ചെയ്യില്ല. അപ്പം ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ. എന്തായാലും ഞാൻ ഒരു പുതിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പുതിയ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബൈ.